നടക്കില്ല. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, തുറന്നു പറച്ചിലാണ് ഇതിന് വിവാദങ്ങൾ കൂടുതൽ കാരണമെന്ന് വിശ്വസിക്കുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ എല്ലാതും ഓപ്പണായി സംസാരിക്കുന്നു. അല്ല, എന്റെ പറച്ചിൽ തുറന്നു പറച്ചിൽ എന്റെ പറച്ചില് എനിക്ക് എന്റെ പണിയാവാറുണ്ട്. കാരണം ഞാനിപ്പോ കമൽ സാർ എന്നെ പറഞ്ഞിട്ടുള്ള ന്യൂസ് ഹൈപ്പായി കഴിയുമ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് അത് അങ്ങനെ ഒരു ഭയങ്കര ന്യൂസാണെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ആ ഫംഗ്ഷന് പോകുന്നത്. എന്നെ കുറിച്ച് അങ്ങനെ പറയുന്നു അറിയില്ല. അത് ഹൈപ്പായപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് ഇനി ഒരു ഡൗൺ ഉണ്ടല്ലോ, അത് ഏത് വഴിക്കാ പറഞ്ഞതെന്ന് ആലോചിച്ചത്. അപ്പൊ അത് വന്നു. കാരണം ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ കരയുന്ന പോലെ പറഞ്ഞു. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്നെ ആരും പ്രശംസിച്ചത് കൊണ്ടോ എന്നെ പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഇവിടെ വരെ എത്തിയത്. ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ചു, ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ ചെയ്തിട്ടുള്ള ആട്ടം എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ, ആ ഡയറക്ടർ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു. ആ സിനിമയിൽ അഭിനയിച്ച ഫീമെയിൽ ആയിട്ട് ക്യാരക്ടർ അഭിനയിച്ച കുട്ടിയുണ്ട്. ഞാൻ കണ്ട ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ്. ആ കുട്ടീനെ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു. അല്ലെങ്കിൽ കിഷ്കിന്ദയാന്ന് പോലത്തെ ഡയറക്ടർ എത്ര പേര് ചെയ്തു. കോട്ടെ നായാട്ട് എന്നുള്ള ഡയറക്ടർ ചെയ്തിട്ടുള്ള മാർട്ടിൻ ബക്കാട്ട് എത്ര പേര് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ പേരുണ്ട്. അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ വേണമെന്നുള്ളൊരു നല്ല ലെവലിൽ മാത്രമാണ് ഞാൻ അത് ഉദ്ദേശിച്ചത്. അത് എന്നെ കുറിച്ച് ആ കോൺവെർസേഷൻ തിരിച്ചു വരുന്നത് എന്നോടാരും എന്നെ ആരും അറിയിച്ചില്ല, എന്നോടാരും അറിഞ്ഞില്ല, എന്നോട് പറഞ്ഞില്ല, എന്നോട് പറയാറില്ല എന്നുള്ളൊരു സത്യാവസ്ഥ. അത് ഞാൻ കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ട് വേറെ രീതിയിലാണ് വരുന്നത്. മൊത്തം ചളാവാണ് സംഭവം.